ഇരിക്കട്ടെ അങ്ങോട്ട്, അവിടെ ഇരിക്കും. താടി മീശ വളർന്നെന്ന് വെച്ച് നീ എനിക്ക് എന്റെ ആദ്യക്കൊട്ടനല്ലാതാവുന്നില്ലല്ലോ. കേട്ടോ മോളെ, കുഞ്ഞുനാളിൽ ഇവന് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നല്ല പൊന്നിന്റെ നിറമായിരുന്നു. ഇതുപോലെ ഇവന്റെ അമ്മ ഇവനെ വയറ്റി കൊണ്ടുനടന്ന കാലത്ത് ഒരുപാട് കുങ്കുമപ്പൂ ഇട്ട കാച്ചിയ പാല് ഞാൻ കുടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് കണ്ടില്ലേ ഇവന്റെ ഒരു കോലം? ഇങ്ങനെ തോന്നുന്ന പോലെ ജീവിച്ചാൽ എങ്ങനെയാ നിറമൊക്കെ വെക്കുന്നത്? 24 മണിക്കൂറും ബൈക്ക് എടുത്ത് കറക്കമല്ലേ? നിനക്ക് മാത്രമല്ലേ ഇനി ശുശ്രൂഷ വേണ്ടത്. ഇവനെ ഞാൻ പഴയതുപോലെ കാര്യമായിട്ട് പരിഗണിക്കുന്നുണ്ട്. കുങ്കുമപ്പൂ ഇട്ട് കാച്ചിയ പാല് ആൺകുട്ടികൾ കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല. രക്തശുദ്ധി എല്ലാവർക്കും ഒരുപോലെയാണല്ലോ. അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ. നേരത്തെ നിങ്ങൾ കിടന്നോ? ആദ്യക്കുട്ടൻ രാവിലെ പഠിക്കാൻ പോകേണ്ടതല്ലേ? എന്താ പൂജ? അത് എന്തോ ഒരു അസ്വസ്ഥത പോലെ. അവൾ ആ പാല് മുഴുവൻ കുടിച്ചോ ഇല്ലയോ എന്നറിയാൻ എന്താ ഒരു വഴി? ഗ്ലാസ് കാലിയല്ലേ? പക്ഷേ അത് അവൾ ഛർദിച്ചു കളഞ്ഞോ അറിയില്ലല്ലോ. എന്നിട്ട് നമ്മൾ ഒച്ചയൊന്നും കേട്ടില്ലല്ലോ. അത് നേരാ. എന്നാലും ഒരു മനസ്സമാധാനക്കേട്. മോളിവിടെ നിൽക്ക്, ഞാൻ പോയി ഒരു നമ്പർ ഇറക്കിയിട്ട് വരാം. ചേച്ചി, എന്നാലും ഇത് ഇച്ചിരി കടുത്തു പോയി കേട്ടോ. എന്താടി? അല്ല, ഈ പൂജമോക്ക് മാത്രം കൊണ്ട് പാല് കൊടുത്തതേ. അവക്ക് മാത്രം കൊടുക്കാൻ ആമിമോള് പറഞ്ഞത് നീ കേട്ടതല്ലേ? എന്റെ കൊച്ചുമോള് പറഞ്ഞാൽ ഞാൻ അനുസരിക്കണ്ടേ? അയ്യോ, അത് കൊള്ളാലോ.